ഹലോ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് മുളങ്കുന്നത്ത് കാവിലാണ്. അപ്പോൾ മുളങ്കുന്നത്ത് കാവിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ 2 ആഴ്ചയായിട്ടുണ്ടായ ഒരു കോളിളക്കം ഉണ്ടായിരുന്നു. വേറെ ആരുമല്ല, റാപ്പർ വേടൻ. അപ്പോൾ റാപ്പർ വേടൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ വീടിൻ്റെ അകത്തോട്ടൊന്നും നമ്മൾ പോകുന്നില്ല, ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് വീട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ആ വില്ല പ്രോജക്റ്റിലാണ് വേടൻ താമസിക്കുന്നത്. നമ്മൾ കുറേ അന്വേഷിച്ചതിന് ശേഷമാണ് നമ്മൾ ഇവിടെ എത്തപ്പെട്ടിട്ടുള്ളത്. ഇത് ബസ് റൂട്ടല്ല, പക്ഷേ വണ്ടികൾ പോകുന്ന റൂട്ട് തന്നെയാണ്. പക്ഷേ വില്ല പ്രൊജക്റ്റിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ 2 ആഴ്ചയായിട്ടും ഇപ്പോഴും കത്തിക്കൊണ്ട് നിൽക്കുന്ന ഒരു വിഷയമാണ് റാപ്പർ വേടൻ്റെ എന്ന് പറയുന്നത്. അപ്പോൾ വേറൊന്നുമല്ല, ഒരുപാട് പേർക്കിടെ ശല്യമാണെന്നാണ് പറയണത്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വഴിയും കാര്യങ്ങളും ഒന്നും പറഞ്ഞു തരാത്തത്. ഞാനിവിടെ കുറേ ബുദ്ധിമുട്ടി അന്വേഷിച്ച് പിടിച്ചിട്ടാണ് ഞാനിവിടെ എത്തിയത്. അപ്പോൾ ഈ വില്ല പ്രോജക്റ്റിൻ്റെ പേരൊന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരൂല. ഫസ്റ്റ് നമ്മൾ അങ്ങോട്ട് കയറുന്ന പോലും ഇല്ല. ഇനി നമ്മൾ കാരണം അവർക്ക് ഇനി യാതൊരു വിധ ബുദ്ധിമുട്ടും വേണ്ട. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇനി ആ ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിലേക്ക് കയറാത്തത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് വീടൊന്നും മാത്രം ഇവിടെ നിന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും, അല്ലാതെ അങ്ങോട്ട് കയറുകയോ ഈ വില്ല പ്രോജക്റ്റിൻ്റെ പേര് പറയുകയോ ഒന്നും ചെയ്യൂല കേട്ടോ, മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഇങ്ങനെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് കാണുന്ന വീടാണ് റാപ്പർ വേടൻ്റെ വീടെന്ന് പറയുന്നത്. അവിടെ ഒരു ബ്ലാക്ക് ഷർട്ട് നിങ്ങൾക്ക് അഴയിൽ ഉണക്കാനിട്ടത് കാണും, അത് റാപ്പർ വേടൻ്റെ ഷർട്ടാണ്. അപ്പോൾ ഇന്നലെയും കൊണ്ട് പോയി എന്നാണ് അവിടെ നിന്ന് ആ ഒരു പയ്യൻ പറഞ്ഞത്. ഇന്നലെയും കൊണ്ട് വേടൻ ഇവിടെ നിന്ന് പോയി എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ വേടനില്ല. ഈ ഒരു വീട്ടിലാണ് വേടൻ താമസിക്കുന്നത് കേട്ടോ. നമുക്കങ്ങനെ കറക്റ്റായിട്ട് അങ്ങോട്ട് ചെന്ന് വീഡിയോ ഒന്നും എടുക്കാനുള്ള അനുമതി ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് പോവാത്തത്. നമ്മൾ അവരായിട്ട് സംസാരിച്ചു. യൂട്യൂബേഴ്സൊക്കെ ഒത്തിരി വന്ന് വീഡിയോ എടുത്തിട്ട് പോകുന്നത് കാരണം ശല്യമായിട്ട് ഇരിക്കുക എന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് നമ്മളും കൂടി ശല്യത്തിന് ചെല്ലുന്നില്ല. നമ്മളെല്ലാ യൂട്യൂബേഴ്സും കൂടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവർക്കും അതൊരു ശല്യമല്ലേ, ഒത്തിരി ഇവർക്കും ജീവിക്കാനുള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ ഒത്തിരി പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാനിനി കൂടുതൽ വിശദീകരിക്കാൻ നിൽക്കുന്നില്ല, പോവാണ്. ബസ് റൂട്ടല്ല, നടന്നു വേണം ഇനി നമുക്ക് റൂട്ടിലേക്ക് എത്താനായിട്ട്. കറക്റ്റ് റൂട്ടൊന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ബായ്.